മണൽ, മെറ്റൽ, പാറ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന വിലക്കിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി വിജയ് പറയുന്നു. ഇത് ഒരു പ്രതീക്ഷയുടെ ആശ്വാസം തന്നെയാണ്. നിയന്ത്രണങ്ങളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കാമെന്നാണ് വിജയ് കേരള മുഖ്യമന്ത്രി വി ഡി സതീശനോട് അറിയിച്ചത്. അങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം മഹാബലിപുരത്ത് നടന്ന സതേൺ സോൺ കൗൺസിൽ യോഗത്തിനിടയിൽ കൂടിക്കാഴ്ചയിലാണ് വിജയ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തെങ്കാശിയിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകളുമായി അതിർത്തി കടന്ന് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലേക്ക് കുതിച്ചിരുന്ന ടിപ്പറുകളുടെ യാത്രകൾ തമിഴ്നാട് സർക്കാരിൻ്റെ കർശന നിലപാടോടെ പാതി വഴിയിൽ നിശ്ചലമായിരുന്നു. തമിഴ്നാടിൻ്റെ ഈ തീരുമാനം കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് അന്നുണ്ടാക്കിയത്. അത് മുതലാക്കിയത് ഇവിടുത്തെ കോറി മാഫിയകളും. ഈ പ്രതിസന്ധിക്കാണ് പരിഹാരം കാണാനുള്ള നിർണായക നീക്കങ്ങൾ ഇപ്പോൾ ഇരു സംസ്ഥാന തലവന്മാരുടെയും കൂടിക്കാഴ്ചയിലൂടെ നടന്നിരിക്കുന്നത്. വിഷയത്തിൽ തമിഴ്നാടിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് കത്തയച്ചിരുന്നു. കേരളം നേരിടുന്ന പ്രത്യേക സാഹചര്യങ്ങളും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികളും ചൂണ്ടിക്കാട്ടിയായിരുന്നു വി ഡി സതീശൻ കത്തയച്ചത്. ഇതിൻ്റെ തുടർച്ചയായി നടന്ന കൂടിക്കാഴ്ചയിൽ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ധാരണയിൽ എത്തുകയായിരുന്നു രണ്ട് മുഖ്യമന്ത്രിമാരും. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് തമിഴ്നാട് നിർമ്മാണ സാമഗ്രികളുടെ കയറ്റുമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇഷ്ടിക, പാറക്കല്ല്, എംസാൻഡ് തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ വരവ് പൂർണ്ണമായും നിലച്ച മട്ടിലായി. ഈ നിരോധനം കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ വൻതോതിൽ മന്ദഗതിയിലാക്കുകയും ചെയ്തു. നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമത്തോടൊപ്പം വിപണിയിൽ സിമന്റ് വില കുത്തനെ ഉയർന്നതും തിരിച്ചടിയായി. വിവിധ കമ്പനികളുടെ സിമന്റിന് ചാക്കിന് 10 രൂപ മുതൽ 15 രൂപ വരെ വർദ്ധിച്ച് വില 480 രൂപ വരെയായി ഉയർന്നു. ഇത് സാധാരണക്കാരായ ഭവന നിർമ്മാതാക്കളെയും കരാറുകാരെയും ഒരുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. കന്യാകുമാരി ജില്ലയിൽ നിന്ന് കേരളത്തിലേക്ക് പാറയും മറ്റ് സാമഗ്രികളും കൊണ്ടുവന്നിരുന്ന ലോറികൾക്കുള്ള പാസുകൾ തമിഴ്നാട് ജില്ലാ അധികൃതർ വെട്ടിക്കുറച്ചതാണ് പ്രധാന പ്രശ്നമായത്. അതിർത്തി പ്രദേശങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു അധികൃതരുടെ ഈ നടപടി. ഇതിനെതിരെ കേരളത്തിലെ ലോറി ഉടമകളും തൊഴിലാളികളും ശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങിയെങ്കിലും വിലക്കിൽ അയവ് വരുത്താൻ തമിഴ്നാട് സർക്കാർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ നടന്ന പുതിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ നിർമ്മാണ മേഖല.